ഒരു സ്മൃതി ദിനമാണ് ഇന്ന് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്. കാരണം പത്മരാജൻ എന്ന പപ്പൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ സമകാലീനരായിരുന്നു എഴുത്തിൽ. എന്നെക്കാൾ ഒരു 3 വയസ്സ് കുറേ ഉണ്ടെങ്കിലും പപ്പനും ഞാനൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് എഴുതി തെളിഞ്ഞു വന്നത്. വ്യത്യസ്തമായ വഴികളുണ്ടായിരുന്നു രണ്ടുപേർക്ക്. എനിക്കെൻ്റെ വഴി, പത്മരാജന് അദ്ദേഹത്തിൻ്റെ വഴി. എന്നാലും ഒരു 5 കൊല്ലത്തോളം 1974 തൊട്ട് 71 വരെ ഞങ്ങൾ ദിവസവും വൈകുന്നേരം കാണുമായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലുണ്ടായിരുന്നു, നികുഞ്ചം എന്ന് പറയുന്ന ഹോട്ടലിൽ. അപ്പോൾ അവിടുത്തെ എഴുത്തുകാർ, കലാകാരന്മാർ എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു. അരവിന്ദൻ, പത്മരാജൻ, നെടുമുടി വേണു, കാവാലം, പിന്നെ ചിലപ്പോൾ ബാലനും വന്ന് താമസിക്കാറുണ്ട്. അപ്പം അതൊരു വലിയ കൂട്ടായ്മയായിരുന്നു, മറക്കാനാവാത്ത വിലപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അവരെല്ലാവരും പോയി കഴിഞ്ഞു. പത്മരാജൻ പോയത് വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ എഴുതുന്ന കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട് പരസ്പരം. ഞാൻ പാണ്ഡവരെ എഴുതിയ സമയത്താണ് പത്മരാജന് ഉദയപോളെ എഴുതിയത്. ഉദയപോളയിൽ നിന്ന് ആണ് ഈ സുവർണത്തുമ്പികൾ എന്ന് പറയുന്ന അതിമനോഹരമായ സിനിമ ഉണ്ടായത്. അതുപോലെ പലരും പത്മരാജൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അണക്കെട്ടിന് അടുത്ത് പെരുവഴി അമ്പലത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എത്രയോ ഓർമ്മകൾ. അപ്പം അതിൽ ഞാൻ കിടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പ്രതിമയും രാജകുമാരിയും എന്ന നോവലിനെ പറ്റി ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പത്മരാജൻ ഒരു കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം പപ്പൻ എന്നോട് പറഞ്ഞത്, ഞാൻ എല്ലാവരും എന്നെ ഇപ്പോൾ സിനിമക്കാരനായിട്ടാണ് കാണുന്നത്. ഞാൻ ഇത്ര കാലത്ത് എത്ര സാഹിത്യം എഴുതി, എത്രയായിരുന്നു, എന്നിട്ട് എന്നെ മാറ്റി നിർത്തുകയാണ്. അപ്പം ഞാൻ പറയില്ല, ഇപ്പോൾ തമാശയായിട്ട് എടുത്താൽ മതി. അവനെ പ്രവർത്തിക്കുന്ന രംഗത്ത് അതിന് നമ്മൾ കഴിയുന്ന രീതിയിൽ നന്നായിട്ട് പോകുക എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാൻ പറ്റൂ. പക്ഷേ അപ്പോഴാണ്, അതിനുശേഷമാണ്, എന്നാലും എനിക്ക് വരുന്ന എഴുതണം, ഞാനും ഒരു എഴുത്തുകാരനാണ്, ഞാൻ എഴുത്ത് മറന്നിട്ടില്ല, ആ കൈത്തഴക്കം ഇപ്പോഴും ഉണ്ട് എന്ന് വായനക്കാരൻ്റെ പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം പ്രതിമയും രാജകുമാരി എഴുതിയത്. ചെറിയ നോവൽ അത് മാത്രമേ ആശുപത്രിയിൽ സീരിയലൈസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ചരിത്രം ഉണ്ടാക്കി മദ്രാസിലൊക്കെ ചില റിസോർട്ടിലൊക്കെ ചില ആളുകൾ ഷോ പീസ് പോലെ അലുമിനിയം പെയിൻ്റ് കഴിച്ച് നിൽക്കും. അപ്പോൾ അവരിങ്ങനെ പ്രതിമ പോലെ നിൽക്കും, രാജാവിനെ പോലെയോ ഒക്കെ, അല്ലെങ്കിൽ ഭടനെ പോലെയോ നിൽക്കും. അവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ്. ചിരിപ്പിക്കുന്ന ആൾക്ക് സമ്മാനം കിട്ടും. പക്ഷേ ഈ പാവം ജീവിക്കാൻ വേണ്ടി അങ്ങ് പ്രതിമയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വൈകുന്നേരം ഈ ചമയങ്ങളൊക്കെ കഴിച്ച് മേക്കപ്പൊക്കെ കഴിച്ച് നല്ല കാശ് വാങ്ങി പോവും. അങ്ങനെ പാവത്താൻ. പക്ഷെ അയാളെ ചിരിപ്പിക്കാൻ ആർക്കും സാധിക്കാറില്ല. ആ പ്രതിമ എന്നുള്ള ആ കാഴ്ചയിൽ നിന്നാണ് ഈ നോവലിൽ ഉണ്ടായത്. എന്തായാലും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. സിംഗപ്പൂർ സാഹിത്യ സമിതി ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു. പത്മരാജൻ്റെ സ്മൃതി ദിനത്തിൽ എൻ്റെ പ്രിയ സുഹൃത്തിനെ ഓർക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പപ്പൻ്റെ ഓർമ്മയിൽ കൈകൂപ്പി നിൽക്കാനേ എനിക്ക് കഴിയൂ. എൻ്റെ അനിയനായിരുന്നു പുണ്ണാപം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടി നമസ്തേ, ഞാൻ അനന്തപത്മനാഭൻ, പത്മരാജന്റെ മകൻ. സിംഗപ്പൂർ മലയാളി സാഹിത്യ സമിതി അച്ഛൻ്റെ നോവൽ പ്രതിമയും രാജകുമാരിയും ചർച്ചയ്ക്കെടുക്കുന്നു, ചർച്ച ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അച്ഛൻ അവസാനം എഴുതിയ
പ്രകാശനം ചെയ്യുന്നത് 1990 ഓണപ്പതിപ്പിലായിരുന്നു വന്നിരുന്നത്. ഇത് 1989-90 കാലങ്ങളിലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് പ്രതിമി രാജകുമാരിയും കണ്ടശ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് അച്ഛൻ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു നോവലായിരുന്നു. അതായത് സാഹിത്യത്തിലേക്ക് ശക്തമായി തിരിച്ചു വരണമെന്നുള്ള ഒരു വാശി ആ സമയത്തുണ്ടായിരുന്നു. ഗന്ധർവന്റെ സംഘർഷങ്ങൾ അച്ഛനെ വല്ലാതെ വിളിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു. മാർച്ചിൽ രാഗം മ്യൂസിക്കിന്റെ ഒരു സിനിമ തുടങ്ങാനിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും ഇനി ഇതിന്റെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണെന്നും ഇനി കൂടുതൽ സാഹിത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നും ഒരു ഉറച്ച തീരുമാനം ഉണ്ടായി. അതിനൊരു കാരണം 1991 മികച്ച സാഹിത്യ സംഭവമായി, ഏറ്റവും മികച്ച സാഹിത്യ സംഭവമായി KP അപ്പൻ സാർ തിരഞ്ഞെടുത്തത് പ്രതിമി രാജകുമാരിയുമായിരുന്നു. മലയാള നോവലിൽ നിന്ന് തിരഞ്ഞെടുത്ത അദ്ദേഹമായിരുന്നു. ഉത്തരവാട്ടം പോലുള്ള കവിതകളൊക്കെ ആ കൂട്ടത്തിൽ തിരഞ്ഞെടുത്ത കൂട്ടത്തിലുണ്ടായിരുന്നു ഞാൻ തോന്നുന്നു. അച്ഛന് വലിയൊരു പ്രചോദനമായിരുന്നു. ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയായി അതേ വർഷം കൃഷ്ണമൂർത്തി, സൂര്യകൃഷ്ണമൂർത്തി തിരഞ്ഞെടുത്ത ഇന്നലെയുമായിരുന്നു. അപ്പോൾ അച്ഛന് രണ്ടും വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. 1991 ജനുവരിയിലാണ്, ജനുവരി 23 അച്ഛൻ പോകുന്നു. പക്ഷെ അന്നും ഇന്നലെ രണ്ടാം സ്ഥാനത്ത് വന്നതിനേക്കാൾ അച്ഛനെ കൂടുതൽ സന്തോഷിപ്പിച്ചത് എത്രയോ കാലത്തിന് ശേഷം എഴുതിയതാണ് പ്രതിമി രാജകുമാരി. ശരീരനായ MT വാസുദേവൻ നായരുടെ പ്രേരണയിലാണ് ആ നോവൽ എഴുതാൻ ഇടയാകുന്നത്. അത് വളരെയധികം സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ ഉണ്ടായ ജനപ്രിയത, ഒരുപാട് കത്തുകളും ധാരാളം പ്രതികരണങ്ങളും ആ സമയത്തുണ്ടായി. അപ്പോൾ ശക്തമായി സാഹിത്യത്തിലേക്ക് വരണമെന്നും സാഹിത്യം തന്നെ തൻ്റെ തട്ടകമായി നിലനിർത്തണമെന്നും സിനിമ ഒരു പാർശ്വ പ്രവൃത്തി രംഗം മാത്രമാകണമെന്നും വിചാരിച്ചിരുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ അതുണ്ടായില്ല. പക്ഷേ പ്രതിമി രാജകുമാരി ഈ 35 വർഷങ്ങൾക്കിടയിൽ എത്രയോ കോപ്പികൾ വിറ്റുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91 അച്ഛൻ്റെ മരണശേഷമാണ് അത് MBS ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ 2026 35 വർഷം, അതിൻ്റെ 3 പതിറ്റാണ്ടാകുന്നു. അപ്പോൾ അത് സിനിമാ വൃത്തങ്ങളിൽ തന്നെ ഒരുപാട് പേരെ സിനിമയാക്കണമെന്ന് മലയാള സിനിമയിലെ യുവ ചരിത്രകാരന്മാരിൽ പലരും അത് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതാണ് നടക്കുക എന്നറിയില്ല. അതിനേക്കാൾ അതിൻ്റെ ഒരു സാഹിത്യ ഭംഗിയെപ്പറ്റി ധാരാളം ചെറുപ്പക്കാർ, ഉത്പതിഷ്ണുക്കളായ ചെറുപ്പക്കാർ സംസാരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. പലരും കരുതുന്ന പോലെ പരമാത്മകതയുടെ ആദ്യത്തെ ശ്രമമൊന്നുമല്ല അച്ഛൻ്റെ പ്രതിമി രാജകുമാരി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 70കളിൽ കുഞ്ഞ് എന്ന ചെറുകഥ, ശവവാഹനങ്ങളും തേടി എന്ന് പറയുന്ന മറ്റൊരു ഫാന്റസി, ഇതൊക്കെ അച്ഛൻ പണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് പ്രതിമി രാജകുമാരി. പലരും തെറ്റായി പറയുന്ന കേട്ടിട്ടുണ്ട്. കുറച്ച് ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചറും ഒക്കെ വായിച്ചതിന് ശേഷം, മാർക്കേസിനെയും ഫുവൻറ്റസിനെയൊക്കെ വായിച്ചതിന് ശേഷമാണ് പ്രചോദനമാണ്. അങ്ങനെയല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 69 കാലത്ത് തന്നെ അച്ഛൻ ഫാന്റസി എഴുതിയിട്ടുണ്ട്. ഈവൻ അവരും പോലും ഒരു സർറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലെയിനിൽ നിൽക്കുന്ന ചെറുകഥയാണല്ലോ. ആ ഒരു ഇവന്റ് എപ്പോഴും ഉണ്ട്. കളങ്കൂത്രലിലെ പ്രമാത്മകത, ആ പാത്രക്കാട് എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ഫാന്റസിയാണ്. അപ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് വിത്ത് ഹിം. അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ അതിനൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ പറയുന്നതാണ്, ഇത് ആദ്യത്തേതല്ല, ഏറ്റവും അവസാനത്തേത് മാത്രമാണ് പ്രമാത്മകതയുടെ കഥ പറച്ചിലിന്. അത് തുടങ്ങുന്നത് ഞങ്ങളുടെ അമ്മൂമ്മ ഞവരക്കൽ ദേവികമ്മയുടെ കഥ പറച്ചിലാണ്. പലപ്പോഴും ഫാന്റസിയും കൽപ്പനയും എല്ലാം കലർന്നു വരുന്ന കഥകളാണ് യഥാർത്ഥ സംഭവം പറയുമ്പോൾ പോലും അമ്മൂമ്മ പറഞ്ഞിരുന്നത്. അത് മാർക്കേസിന്റെ മുത്തശ്ശി ഡോണ ട്രാൻകുലീന